Today we are going to discuss about what is altcoin, difference between coins and tokens, different types of altcoin. First of all, altcoin. എക്സെപ്റ്റ് ബിറ്റ് കോയിൻ റിമൈനിങ് ആയിട്ടുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസിനും നമ്മൾ കാറ്റഗറൈസേഷൻ ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് അൾട്ട് കോയിൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിപ്റ്റോ കോയിൻ ആൻഡ് ക്രിപ്റ്റോ ടോക്കൻ. കറൻ്റ്ലി വേൾഡിൽ 20,000+ ക്രിപ്റ്റോസ് ഉണ്ട്. അതിലെല്ലാ ക്രിപ്റ്റോയും ക്രിപ്റ്റോ കോയിൻ അല്ല എന്നാണ് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ ക്രിപ്റ്റോ കോയിൻ എന്താ, ക്രിപ്റ്റോ ടോക്കൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിനുള്ള ഒരു കോയിനാണ് ക്രിപ്റ്റോ കോയിൻ. ഈ ക്രിപ്റ്റോ ടോക്കൻ എന്ന് പറയുന്നത് സ്വന്തമായി ബ്ലോക്ക് ചെയിൻ ഇല്ലാതെ ക്രിപ്റ്റോ കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ്റെ മേലെ ഒരു ടോക്കൺ ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്രിപ്റ്റോ ടോക്കൻ. നമുക്കറിയാം ഇപ്പോൾ 2024-2025 കാലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോ മേഖലയിൽ ക്രിപ്റ്റോ ടോക്കൻ സ്കാം. ഒരു ക്രിപ്റ്റോ ടോക്കൻ ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈവൻ എനിക്ക് വേണമെങ്കിൽ പോലും ഫണ്ണായിട്ടൊരു ക്രിപ്റ്റോ ടോക്കൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്രിപ്റ്റോ കോയിൻ എന്ന് പറയുന്നത് അതിന് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ വേണം. അതങ്ങനെ എല്ലാവർക്കും നോർമലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം മെജോറിറ്റി ഓഫ് നമ്മളെ ഫണ്ട് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ മാക്സിമം ഒരു 70% ബിറ്റ് കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾട്ട് കോയിൻ. നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾട്ട് കോയിൻ ഉണ്ട്. നമുക്ക് തൽക്കാലം അതൊരു 5 ക്ലാസിഫൈ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേബിൾ കോയിൻ എന്താണെന്ന് നോക്കാം. സ്റ്റേബിൾ കോയിൻ നമുക്കറിയാം ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഒരു ദിവസം തന്നെ ബിറ്റ് കോയിൻ്റെ റേറ്റ് 2-3 ലക്ഷം മേലോട്ടും താഴോട്ടേക്കും പോകുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ ഒരു 92 lakhs ഒരു ബിറ്റ് കോയിൻ എങ്കിൽ അത് അവിടെ നിന്ന് ഒരു 96 lakhൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് സെല്ല് ചെയ്ത് തിരിച്ചൊരു 92 lakhsൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഫണ്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മളത് സെല്ല് ചെയ്ത് ബിറ്റ് കോയിന് സെല്ല് ചെയ്ത് ഈ സ്റ്റേബിൾ കോയിനിലേക്ക് നമ്മളെ ക്യാഷ് കൺവേർട്ട് ചെയ്ത് വെക്കും. സ്റ്റേബിൾ കോയിൻ്റെ അത് നമ്മൾ ട്രേഡ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. സ്റ്റേബിൾ കോയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, അതർ ക്രിപ്റ്റോ കറൻസീസ് വാങ്ങുകയും വെക്കുകയെല്ലാം ചെയ്യുന്നത്, ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. സ്റ്റേബിൾ കോയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് USDT എടുക്കുന്നെങ്കിൽ ഒരു USDT എന്ന് പറയുന്നത് ഒരു $ഡോളറുമായിട്ട് പെഗ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ കറൻസി പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗോൾഡോ അല്ലെങ്കിൽ $ഡോളറായിട്ട് പെഗ് ചെയ്തിട്ടാണ് നമ്മൾ കറൻസി പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെയിം സിസ്റ്റമാണ് എന്താകുന്നത് സ്റ്റേബിൾ കോയിന് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റേബിൾ കോയിൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേബിൾ കോയിൻ അത് നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് സ്റ്റേബിൾ കോയിൻ. നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങാൻ തന്നെ നമ്മളിപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിയറ്റ് കറൻസി യൂസ് ചെയ്യും. ആ ലാൻഡിന് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ലാൻഡ് സെല്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫിയറ്റ് കറൻസിയിലേക്ക് ആക്കിയിട്ട് ഫിയറ്റ് കറൻസി യൂസ് ചെയ്തിട്ട് അടുത്ത ലാൻഡ് വാങ്ങും. ആ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റേബിൾ കോയിനോട് നമ്മൾ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ അതർ ക്രിപ്റ്റോ കറൻസീസ് വാങ്ങും. അതിൻ്റെ മൂല്യം കൂടുന്ന സമയത്ത് നമ്മൾ ആ ക്രിപ്റ്റോ വിറ്റിട്ട് വീണ്ടും സ്റ്റേബിൾ കോയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സ്റ്റേബിൾ കോയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത ക്രിപ്റ്റോ കറൻസി വാങ്ങും. അതിലൂടെ നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. സെക്കൻഡ് വൺ, സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ കോയിൻ. സ്വന്തമായിട്ട് സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിനുള്ള കോയിൻസ് ആണ് സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ കോയിൻസ് എന്നറിയപ്പെടുന്നത്. സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് എത്തീരിയം. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള കോൺട്രാക്റ്റോ എഗ്രിമെൻറ്റോ അതൊരു ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്നതിനാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അത് ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ എത്തീരിയം നമ്മൾ പറഞ്ഞല്ലോ ഒരു മെയിൻ എക്സാമ്പിളാണ് സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ്റെ. എത്തീരിയത്തിൻ്റെ സ്മാർട്ട് കോൺട്രാക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്തീരിയത്തിൻ്റെ ബ്ലോക്ക് ചെയിൻ്റെ അകത്ത് പലതരം ആപ്സ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കവിടെ നമ്മളതായ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. യൂട്ടിലിറ്റി ടോക്കൻ. ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ അകത്ത് റവന്യൂ തരുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൻ്റെ നേറ്റീവ് ടോക്കനാണ് യൂട്ടിലിറ്റി ടോക്കൻ. നമുക്കറിയാം വേൾഡിലത്തെ നമ്പർ 1 ക്രിപ്റ്റോ എക്സ്ചേഞ്ചായ ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ യൂട്ടിലിറ്റി ടോക്കനാണ് BNB കോയിൻ. യൂട്ടിലിറ്റി ടോക്കൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. സ്വന്തമായിട്ടൊരു യൂട്ടിലിറ്റി ഉള്ളൊരു ടോക്കനാണ് യൂട്ടിലിറ്റി ടോക്കൻ. ലെയർ 1 ആൻഡ് ലെയർ 2 ബ്ലോക്ക് ചെയിൻ. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഉള്ള ഒരു ക്രിപ്റ്റോ കറൻസിനെയാണ് നമ്മൾ ലെയർ 1 ക്രിപ്റ്റോ കറൻസി ആയിട്ട് കണക്കാക്കുന്നത്. ലെയർ 1 ക്രിപ്റ്റോ കറൻസീൻ്റെ മുകളിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് കുറക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതിനെയാണ് നമ്മൾ ലെയർ 2 കറൻസീസ് ആയിട്ട് കണക്കാക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് എത്തീരിയം എടുക്കാം, സെക്കൻഡ് ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി. ലെയർ 1 ആയിട്ടുള്ള എത്തീരിയത്തിന് ട്രാൻസാക്ഷൻ ഫീസ് അതേപോലെ ട്രാൻസാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ 2 മെയിൻ ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡീമെറിറ്റ്സ് എത്തീരിയത്തിൻ്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തീരിയം ബ്ലോക്ക് ചെയിൻ്റെ മേലെ ലെയർ 2 ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ബ്ലോക്ക് ചെയിനാണ് ആർബിട്രം. ആർബിട്രം എന്ന് പറഞ്ഞാൽ ലെയർ 2 ബ്ലോക്ക് ചെയിൻ വന്നതോടെ എത്തീരിയത്തിൻ്റെ ഈ 2 ഡീമെറിറ്റ്സ് ഉണ്ടാക്കി അവിടെ അത് കവർ ചെയ്തു. ഫിഫ്ത്ത് വൺ, മീം കോയിൻ. മീം കോയിൻ എന്ന് പറഞ്ഞാൽ ടോക്കനാണ്. പ്രത്യേകിച്ച് ഒരു പ്രൊജക്റ്റോ ഒരു വിഷനോ കാര്യങ്ങളില്ലാതെ
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ടോക്കനാണ് മീം കോയിൻ. കമ്മ്യൂണിറ്റിൻ്റെ ഹൈപ്പ് കാരണം, അത് ഡെവലപ്പ് ചെയ്ത ആളുകളുടെ ഹൈപ്പ് കാരണം അതിന് പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ മീം കോയിൻ എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ആയിട്ടുള്ള കോയിൻസാണ് മീം കോയിൻസ്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് ജയിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കോയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈപ്പിൽ പോയി ഒറ്റയടിക്ക് കോയിന് നല്ല രീതിയിലേക്ക് ഡംപായിട്ട് അത്രയും ആളുകളെ ബില്യൺസ് ഓഫ് എമൗണ്ടാണ് എന്തായത് അതിലൂടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ മീം കോയിൻ എന്ന് പറയുന്നത് അത്രയും റിസ്ക് ഉള്ള ഒരു കറൻസിയാണ്, അല്ലെങ്കിൽ ഒരു കോയിൻസ് ആണ്. പ്രത്യേകിച്ച് ഒരു യൂട്ടിലിറ്റി, ഒരു കാര്യങ്ങളില്ലാതെ ഫണ്ണായിട്ട് കുറച്ച് ആളുകൾ ക്രിയേറ്റ് ചെയ്തൊരു കോയിനാണ് മീം കോയിൻ. നിങ്ങൾ മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ 5% ഇൻവെസ്റ്റ് ചെയ്യാവും. ഇത് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്ര ആളുകൾ എത്രയോ ഫണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിൽ നിന്ന് ലോസ് വന്നത് ഈ മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. ആളുകൾ പറയും ബിറ്റ് കോയിൻ ഓവർ പ്രൈസ്ഡായി, ബിറ്റ് കോയിൻ വാങ്ങിയിട്ട് കാര്യമില്ല, ചെറിയ ചെറിയ കോയിൻസ് വാങ്ങാം. അത് വെറുതെയാണ്. ബിറ്റ് കോയിൻ എന്നും ബിറ്റ് കോയിൻ തന്നെയാണ്. ബിറ്റ് കോയിൻ്റെ മൂല്യം കൂടിക്കൊണ്ടേ നിൽക്കും. ബിറ്റ് കോയിനെയും മീം കോയിൻസിനൊന്നും നമുക്ക് കമ്പയർ ചെയ്യാനാവില്ല. അപ്പം ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ ഒരു 70%, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം 70% നമ്മൾ എന്താക്കുക ബിറ്റ് കോയിനിലേക്ക് ഹോൾഡ് ചെയ്യുക. ഒരു 25% നമ്മൾ യൂട്ടിലിറ്റി ടോക്കൻസിൻ്റെ അകത്തേക്ക് ഹോൾഡ് ചെയ്യുക. എന്ന് വെച്ചാൽ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ അകത്തും യൂട്ടിലിറ്റി ടോക്കൻ്റെ അകത്തും ലെയർ 1 ലെയർ 2 ടോക്കൻസിൻ്റെ അകത്തും അല്ലെങ്കിൽ കോയിൻസിൻ്റെ അകത്തും നമ്മൾ എന്താക്കുക ഹോൾഡ് ചെയ്യുക. റിമൈനിങ് ഒരു 5% നമ്മൾ എന്താക്കാവും മീം കോയിൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവും. എവല്യൂഷൻ ഓഫ് മണി. ഇത് മണീൻ്റെ എവല്യൂഷൻ്റെ ഓരോരോ സ്റ്റേജസ് ആണ്. ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് നമ്മളിന്ന് ഇലക്ട്രോണിക് മണി വരെ എത്തി. ഗൂഗിൾ പേയും ഫോൺ പേയും വന്ന സമയത്ത് നമ്മൾ കുറേ ആളുകൾ അത് യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഗൂഗിൾ പേ, ഫോൺ പേ ഒന്നും യൂസ് ചെയ്യാത്തതായിട്ട് ആരുമില്ല. അതേപോലെ തന്നെ റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ക്രിപ്റ്റോ കറൻസി പോലത്തെ ഡിജിറ്റൽ കറൻസികൾ വരുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഫോർ മോർ മലയാളം ക്രിപ്റ്റോ അപ്ഡേഷൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.